ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമ്മൾ വിഷു റിലേറ്റഡ് ആയിട്ടുള്ള ബ്രൂച്ചാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. യെല്ലോ കളർ ബീഡ്സും ഫ്ലവേഴ്സും വെച്ചിട്ടുള്ള ഒരു ഫ്ലോറൽ ഹെയർ ബ്രൂച്ചാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. എല്ലാ മെറ്റീരിയൽസും നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. ഇനി വെക്കേഷനൊക്കെ അല്ലേ വരുന്നത്, നമ്മളുടെ മക്കൾസിന് ഇതിൻ്റെ മെറ്റീരിയൽസൊക്കെ വാങ്ങി കൊടുത്തിട്ട് ചെയ്ത് നോക്കാൻ പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾസിനെ എന്തെങ്കിലും കൈത്തൊഴിൽ പഠിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്റ്റിച്ചിങ് ആയാലും ആർട്ട്, ക്രാഫ്റ്റ്, ജ്വല്ലറി മേക്കിങ്, ഹെയർ ആക്സസറീസ് മേക്കിങ്, ടയർ, ബ്രൂച്ച്, ഹെയർ ബാൻഡ്, അങ്ങനെ എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ലെങ്ത്തിലാണ് കേട്ടോ നമ്മുടെ ബ്രൂച്ച് വരുന്നത്. എൻ്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ഏകദേശം അതിൻ്റെ ഒരു സൈസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് 2 സൈസിൽ വരുന്ന ഗിയർ വയറാണ്. ഒന്ന് 3 ഒന്ന് 4 ആണ് കേട്ടോ. സിൽവർ കളറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഫ്ലവർ ബീഡ്സ് ആണ്. നല്ല യെല്ലോ കളറിൽ വരുന്ന നല്ല ക്വാളിറ്റിയുള്ള നല്ല കോട്ടിങ്ങിൽ വരുന്ന ഫ്ലവേഴ്സാണ്. അടുത്തതായിട്ട് വേണ്ടത് യെല്ലോ കളർ ബീഡ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ സൈസ് വന്നിട്ട് 4 ആണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ചെറുതോ വലുതോ ഏതായാലും കുഴപ്പമില്ല, യെല്ലോ കളർ ആയാലും മതി കേട്ടോ. പിന്നെ വേണ്ടത് കുഞ്ഞു കുഞ്ഞു ബീഡ്സ് ആണ്. ഞാനിവിടെ ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 3mm ഗിയർ വയർ അത്യാവശ്യം ലെങ്ത്തിലെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൽ 3 കളർ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു കമ്പിയിൽ ഒരു 3 കളർ ബീഡ്സും കൂടെ കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് പിരിച്ചു കൊടുത്തതിൻ്റെ അത്ര തന്നെ നീളം വേണ്ട, ശകലം നീളത്തിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ, ഇത്രയും നീളത്തിലാണ്. ഇനി അടുത്ത കമ്പിയിൽ ഇതാ ഇതുപോലെ 3 ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഇനി ആ താഴെ കാണുന്ന 2 കമ്പികൾ നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി ബാലൻസ് വരുന്ന ഈ ഒരു കമ്പിയിൽ ഗോൾഡൻ ബീഡ്, ഫ്ലവർ ബീഡ്, വീണ്ടും ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. എന്നിട്ട് ഇതാ നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ കിട്ടുന്നത്, കണ്ടില്ലേ. എന്നിട്ട് ആ ബാലൻസ് വരുന്ന 2 കമ്പികൾ നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ്. ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് പാർട്ട്. ഈ ഒരൊറ്റ പാർട്ട് മതി കേട്ടോ നമ്മുടെ ഈ ഒരു ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് അധികം ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു 10 12 എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്താൽ മതി. ഇനി 4mm ഗിയർ വയർ എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഗിയർ വയർ എത്രയാണോ ബ്രൂച്ചിൻ്റെ ലെങ്ത്ത് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ അറ്റം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ ഒരു ഗിയർ വയറിലാണ് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും പിരിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് താഴോട്ട് തൂക്കിയിട്ട രീതിയിലാണ് നമ്മളിത് പിരിച്ചു കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതുപോലെ പിരിച്ചു കൊടുക്കുകയാണ്. നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക. ഇനി രണ്ടാമത്തെ പാർട്ട് എടുക്കുകയാണ്. അത് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് അതും നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ്. വല്ലാണ്ട് ചേർത്ത് കൊടുക്കരുത്, അപ്പോൾ ഇതിങ്ങനെ കൂടി കൂടി കിടക്കും. അപ്പോൾ ബ്രൂച്ച് കാണാൻ അത്ര തന്നെ ഭംഗി ഉണ്ടാവില്ല, എന്നാൽ അത്ര ഗ്യാപ്പ് ഉണ്ടാവാനും പറ്റില്ല കേട്ടോ. അതിങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ കാണുന്ന രീതിയിൽ വേണം പിരിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന എല്ലാ പാർട്ടുകളും ഈ ഒരു കമ്പിയിൽ പിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെയ്തെടുക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. ഈ ഒരു പാർട്ടുകൾ ഉണ്ടാക്കാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജോലീൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഒരെണ്ണോ രണ്ടെണ്ണോ ഒക്കെ ഉണ്ടാക്കിയിട്ട് വീണ്ടും ജോലി എടുക്കുക, വീണ്ടും വന്ന് ഇരിക്കുക. അപ്പോൾ നമുക്ക് വീട്ടിലത്തെ ജോലി ചെയ്യാം, അതേപോലെ കുറച്ച് റെസ്റ്റും എടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ വെക്കേഷനായി പിള്ളേർ വീട്ടിലുണ്ടാവും, അപ്പം നമുക്ക് തീരെ സമയം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തുക, അല്ലാതെ വേറെ വഴിയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അവരെന്തായാലും ഫോണിലും അതുപോലെ ടി വിയിലൊക്കെ ആവും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് കുറച്ച് സമയം ഇതിലോട്ട് ഇരിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് കിട്ടാനില്ലാത്തവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഒരു ഷോപ്പിലും കിട്ടാനില്ല, മെറ്റീരിയൽസ് അയച്ചു തരുമെന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞാൻ അയച്ചു കൊടുക്കാറുണ്ട്. മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു മെറ്റീരിയൽസ് എത്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ചെയ്തു നോക്കാത്തവരുണ്ടെങ്കിൽ അവർക്കും നമ്മൾ ഒരു കോംബോ കിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചെറിയൊരു കോംബോ കിറ്റാണ്, എല്ലാ മെറ്റീരിയൽസും ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള കോംബോ കിറ്റാണ്. അതിൽ ഫ്ലവേഴ്സ് വരുന്നുണ്ട്, ബീഡ്സ് വരുന്നുണ്ട്, കളർ ബീഡ്സ്, ക്രിസ്റ്റൽ ബീഡ്സ്, അതുപോലെ ഗിയർ വയർ, ആ ഒരു ബ്രൂച്ചോ ടയറൊക്കെ ചെയ്യാനുള്ള ഗിയർ വയർ എല്ലാം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു കോംബോ ആണ്. അത് വേണമെന്നുണ്ടെങ്കിൽ അതും അയച്ചു തരാമേ.
അപ്പോൾ ഇതേ നമ്മളെല്ലാ പാർട്ടുകളും പിരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതാ ഈ ഒരു കമ്പി ഇതാ ഇതുപോലെ വളച്ചു കൊടുക്കുകയാണേ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റുകയാണ്. എന്നിട്ട് ആ കൂർത്ത് നിൽക്കുന്ന കമ്പി നമ്മളിങ്ങനെ ഒതുക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മളുടെ ഹെയർ ബ്രൂച്ച് റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു പുതിയ ഡിസൈനിൽ വരുന്ന ഹെയർ ബ്രൂച്ചാണ് കേട്ടോ. ഇതെൻ്റെ മാത്രം ഡിസൈനാണ്. ഇതുപോലെ നിങ്ങളിലും ഓരോ ക്രിയേറ്റിവിറ്റി, ഓരോ ഡിസൈനൊക്കെ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അതൊക്കെ പുറത്തേക്ക് എടുക്കുക, മെറ്റീരിയൽസ് വാങ്ങുക, ചെയ്യുക. ഇനിയിപ്പോൾ വെക്കേഷനായി, അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ വീട്ടിലുള്ള കുഞ്ഞു മക്കൾക്ക് ഈ ഒരു മെറ്റീരിയൽസ് വാങ്ങി കൊടുക്കുക, അവരും ചെയ്യട്ടെ. എന്തെങ്കിലും കൈത്തൊഴിൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് നല്ലതാണ്. ഇപ്പോഴൊന്നും അതറിയില്ല, ഭാവിയിലേക്ക് അത് ഭയങ്കരമായിട്ട് ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇത് തലയിൽ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്, കണ്ടില്ലേ? യെല്ലോ കളറ് ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കളറാണ്, ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.